തുള്ളിക്കാച്ചിയ പൊന്നിലും മമ്മൂട്ടി തുടക്കക്കാരനായിരുന്നു അല്ലേ? അന്ന് ശങ്കര ഹീറോ. അന്ന് ഭദ്രേട്ടൻ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇതേ വന്നിരുന്നു. ആര്? മമ്മൂട്ടി. അപ്പോൾ അങ്ങേരുടെ ഇടിവെട്ട് ഡയലോഗ് ഉണ്ടായിരുന്നു, ശങ്കറിനെ മങ്ങിപ്പിക്കുന്ന ഡയലോഗ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, മമ്മൂക്ക താങ്കൾ നാളെ സത്യൻ സാറിനെ പോലെ ഷൈൻ ചെയ്യുന്നു തോന്നും, ഭയങ്കര ക്ലാസ് ഡയലോഗ് ആണോ, കൈ തോന്നും എനിക്ക്, ഇങ്ങനെ വരട്ടെ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ പുള്ളി മറക്കില്ല. നമുക്ക് ഒരാളുടെ സംഭാഷണം കേട്ട് കഴിഞ്ഞാൽ അറിയും ഇങ്ങനെ നാളെ ഇടിവെട്ടാവാൻ പോകണമെന്നില്ലേ. അതുപോലെ തന്നെ രണ്ടുപേരും ആരാരും മോശം എന്ന് പറയാൻ പറ്റില്ല. മോഹൻലാൽ ചങ്ങാത്തത്തിലും രണ്ടുപേരും അടുത്തറിഞ്ഞു, മോഹൻലാൽ. അതെ, ഇവർ കാണുന്ന സൗഹൃദം, കോമ്പറ്റീഷൻ ഉണ്ട് അവർക്കിടയിൽ. അവർക്കിടയിൽ ഒരു കോമ്പറ്റീഷനും ഇല്ല. അഭിനയത്തിൽ അളിയ എന്നുള്ള ഒരു കാഷ്വൽ ടച്ചും തോളിൽ പിടിക്കലും ഒക്കെയാണ് അവർ തമ്മിൽ ഒരിക്കലും ഈ ജീവിതാന്ത്യം വരെ മലയാള ചലച്ചിത്രത്തിൻ്റെ രണ്ട് മനോഹരമായ കണ്ണുകൾ പോലെ നിൽക്കുവർ. അതെനിക്ക് ഉറപ്പാണ്. ചങ്ങാത്തത്തിൽ എന്തിനും അനുഭവം ഉണ്ട് ഇവരുടെ ലൊക്കേഷൻ നടന്ന സംഭവം, എന്തെങ്കിലും പഴയ സംഭവം ഓർമ്മയുണ്ടോ? ലൊക്കേഷൻ അവർ അളിയാന്ന് പറഞ്ഞ് സംസാരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കൊച്ചു എന്താ പറയുക തമാശകളൊക്കെ പറഞ്ഞ് സംസാരിക്കും. ഞാനൊന്ന് നീയോ ബെറ്റർ എന്നുള്ളത് ഡയലോഗ് അങ്ങോട്ട് ഇങ്ങോട്ട് തീപ്പൊരി ഡയലോഗ് അങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അവസാനം രണ്ടുപേരും കെട്ടിപ്പിടിക്കും. രണ്ടുപേരും ഭയങ്കര സ്മാർട്ടും സ്പ്രൈറ്റ്ലി ആയിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ രണ്ടുപേരും സൂപ്പർ സ്റ്റാറാണെന്ന് പറഞ്ഞ സാറിൻ്റെ പടത്തിൽ ഇവരുടെ ഡയലോഗ് ഡെലിവറി മമ്മൂട്ടിയെക്കാളും കയറാൻ പാടില്ല, മോഹൻലാൽ മമ്മൂട്ടി താഴാൻ പാടില്ല. അപ്പോൾ അതിൽ ഭയങ്കര കോൺസെൻട്രേഷൻ നിങ്ങൾ ചെയ്യേണ്ടത്. അല്ല, ചങ്ങാത്തത്തിൽ മമ്മൂക്കയുടെ റോള് വന്നിട്ട് എന്താ, അതിൽ ഒരു പെണ്ണിനെ വെട്ടിച്ചിട്ട് കരസ്ഥമാക്കുന്നല്ലേ, അതിൽ ഈറൻ പീലി കണ്ണുകളിൽ കോപം വീണ്ടും മെയ്യെഴുതി, അല്ല ശോകം വീണ്ടും കോപം നിൻ്റെ പൊൻകവളിൽ കുങ്കുമപ്പൂ വിടർത്തി എന്നുള്ളതുണ്ടല്ല. അതിൽ ഒരു പെണ്ണിനെ ജാലങ്ങളിൽ വീഴ്ത്തി സ്നേഹിച്ച് കയ്യിലെടുക്കുന്ന ഒന്നുമില്ലാത്ത ഒരാളാണ് മമ്മൂട്ടി. അവസാനം അവൾ അത്യാവശ്യം റിസപ്ഷനിസ്റ്റ് ശമ്പളമൊക്കെ ഉള്ള ഒരു സ്റ്റാൻഡേർഡ് ഗേളാണ്. മമ്മൂക്ക അതിനൊന്നുമില്ലല്ലോ. മമ്മൂക്ക ഇങ്ങനെ ഇവിടെ എന്തോ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് വരുമ്പോൾ ഇവിടെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ തോന്നിപ്പിച്ചിട്ട് ഒരു ചില ജാലങ്ങളൊക്കെ മോഹൻലാൽ ചെയ്യേണ്ട റോളാണ് അതിൽ മമ്മൂട്ടി ചെയ്തിരിക്കുന്നത്. ഐ റൈറ്റ്? അതങ്ങനെ അങ്ങനെ റോളാണ്. എന്നിട്ട് AC/KC സകല സംഭവങ്ങളും ഒക്കെ EMI അടിസ്ഥാനത്തിൽ വാങ്ങി വെച്ചാണ്. അവസാനം AC/KC ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒരു വലിയ വലിയ തുളകളായിരിക്കും. അപ്പോഴാണ് ഇവിടെ അറിയുന്നത് ഇയാളെ ഫ്രോഡായിരുന്നു എന്നുള്ള ഫീലിങ്. എന്നിട്ട് അവളെ കയ്യിലെടുക്കുന്ന റോളല്ലേ അല്ലേ? അതിൽ സീരിയസ് റോളും ഇങ്ങനെയുള്ള റോളും കിട്ടിയിരിക്കുന്നത് മമ്മൂക്കയ്ക്കാണ്. മോഹൻലാൽ അതിൽ വരുന്ന ഒരു കഥാപാത്രം ഒരു കുറച്ചും കൂടെ ശക്തമായിട്ടുള്ള വേറൊരു ടൈപ്പ് ഒരു ബോസ് ആയിട്ടുള്ള റോളല്ലേ. അപ്പോൾ അതിൽ നമുക്ക് കമ്പയർ ചെയ്യാനൊന്നുമില്ല. അത് തിരിച്ചു വരേണ്ടിയിരുന്നു ആക്ച്വലി. ഞാനത് പറയില്ല, പറഞ്ഞ മമ്മൂക്ക നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പിടിച്ച് തല്ലും. അല്ല, അന്നത്തെ കാലത്ത് അതിന് ശേഷമാണ് മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള റോളിലൊക്കെ ആക്ട് ഒന്ന് നിരൂപിക്കപ്പെട്ടത് അല്ലേ? അന്നത്തെ കാലത്തില്ല. അന്നത്തെ ഒരു ജാലക്കാരൻ എന്നുള്ളതിൽ മമ്മൂക്കയും സ്മാർട്ടായിരുന്നു. മമ്മൂക്കയുടെ കൂടെ ഒരു 3-4 ദിവസം ചെലവഴിക്കാനുള്ള അവസരം കിട്ടി സാറിന്. അത് അവസരം കിട്ടി. ഭയങ്കര ചൂടനാണ് മമ്മൂട്ടി. അല്ലല്ല, മമ്മൂക്കയായിട്ട് എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അവിസ്മരണീയമായ അനുഭവം ഉണ്ടായത് വെച്ചാൽ ഒരു ചെല്ലപ്പൻ എന്ന് പറഞ്ഞൊരു തേവനക്കര ചെല്ലപ്പൻ, പ്രശാന്ത് എന്നുള്ള പേരുള്ള ജോർജ് സാറിൻ്റെയൊക്കെ അസോസിയേറ്റ് ആയിരുന്ന ആളൊരുങ്ങി അരങ്ങൊരുങ്ങി എന്നുള്ളൊരു ചിത്രത്തിൻ്റെ സംവിധായകനൊക്കെ ആയ ചെല്ലപ്പനും ഞാനുമായിട്ട് ചെറിയൊരു ക്ലോസ്നെസ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം 2-3 കഥകൾ കേട്ടപ്പോൾ കൊള്ളാലോ എന്ന് പറഞ്ഞ് രാജസേനൻ്റെ സാമീപ്യത്തിലാണ് കഥകൾ പറഞ്ഞത്. രാജസേനെ പരിചയപ്പെടുത്തുന്നത്. ഇങ്ങനെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ചിലപ്പോൾ ഓക്കെ ചെയ്യും പറഞ്ഞു. എന്നെ കൊണ്ടുപോയിട്ട് പരിചയപ്പെടുത്തി ഒരു ചില്ല് കൊട്ടാരം പോലുള്ള വീട്ടിലായിരുന്നു അന്ന് തേവനക്കര ചെല്ലപ്പൻ താമസം. ഇയാൾ ഏത് കഥ പറഞ്ഞാലും ആക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെ വെച്ചാൽ ഞാൻ 2-3 കഥ പറഞ്ഞു നോക്കട്ടെ പറയുമെന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് ആദ്യത്തെ കഥ ഇഷ്ടമായി, രണ്ടാമത്തെ കഥ ഇഷ്ടമായി. 43A ലിൻഡൻ ഷീറ്റ് എന്നൊരു സബ്ജക്റ്റ്, ആരോഹണം എന്നുള്ളൊരു സബ്ജക്റ്റ്. ഈ 2 കഥ പുള്ളിക്കാണ് കൊള്ളാമല്ലോ. അല്ല, ചെല്ലപ്പന് ഇഷ്ടമായി. നമ്മൾ ഡയറക്ടറെ പ്രീതിപ്പെടുത്താനാണ് നോക്കുന്നത്. അപ്പോൾ ഇത് കൊള്ളാട്ടോ. ഞാൻ ഒന്നും പറഞ്ഞില്ല, മമ്മൂട്ടിയെ കേൾപ്പിക്കുന്ന ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച വന്നിട്ടോ തന്നെ ഒക്കെ പോകാൻ പറഞ്ഞിരിക്കുന്നു കോഴിക്കോട്ടേക്ക്. രാജസേനൻ സൂപ്പർ സ്റ്റാർ വിളിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി വെക്കലുണ്ടല്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ കൂടെ പോയി തേവനക്കര ചെല്ലപ്പൻ പ്രശാന്ത്. അവിടെ പോയി ആ ഹോട്ടൽ ഞാൻ പറഞ്ഞില്ലേ, ആ പ്രത്യേക ഹോട്ടൽ മഹാറാണി ഹോട്ടലിൽ ചെന്നു. അപ്പോൾ അവിടെ ഭയങ്കര തിരക്ക്, 100ഓളം കാറുകൾ. അന്നും കത്തി നിൽക്കുന്ന ഒരു ഉജ്ജ്വല നായകനായിരുന്നു മമ്മൂട്ടി. അങ്ങേര് വിളിച്ചിട്ട് ഞാൻ അവിടെ പോവുകയാണെന്നുള്ളത് എന്നെ സത്യത്തിൽ അതിന് മേലൊരു അഭിമാനം ആവശ്യമില്ലല്ലോ.
ഞാൻ അത് ചെന്നപ്പോൾ പുള്ളി ഒരു ലുങ്കിയൊക്കെ കൊടുത്തിരിക്കുന്നു അവിടെ. ആ വാ വാ, ഇപ്പോൾ എന്ത് ചെയ്യുന്നു, എവിടെയാണ്, എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ അപ്പോൾ ആരുടെ കൂടെ വർക്ക് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു രവികുമാറിൻ്റെ, അവളുടെ രാവുകൾ രവികുമാറിൻ്റെ. ഞാൻ മലയാളം പറയുന്ന അങ്ങനെ ഒരുമാതിരി കോമഡിയായി, ഒരുമാതിരി കോമഡി പോലെ ആക്കി. ഞാൻ പറഞ്ഞു പുള്ളി സൂപ്പർ നടനല്ലേ എന്ന് പറഞ്ഞു. ആ ആയിക്കോട്ടെ, ഇപ്പോൾ തന്നെ വിളിപ്പിച്ചിരിക്കുന്നത് എന്തിനാണ് അറിയാമല്ലോ. അതെ, താങ്ങോട്ട് വാ, ഈ റൂമിലിരുന്നോ, ഈ റൂം എൻ്റെ റൂമാണ്, അദ്ദേഹത്തിൻ്റെ റൂം എനിക്ക് തുറന്ന് തന്ന ഒരനുഭവം. എന്നിട്ട് സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം എന്നൊരു വന്നിട്ട് ഇതല്ലേ ഒരു ഇതൊക്കെ ഇട്ട് തന്നു. ഞാൻ ചുവട്ടിലോട്ട് നോക്കിയപ്പോൾ കണ്ടമാനം കാറുകൾ ഈ ഡ്രസ്സൊക്കെ ചെയ്ത് ഇറങ്ങിപ്പോയപ്പോൾ ഒരു പ്രൊഡ്യൂസർ അവിടുന്ന് വലിക്കുന്നു, ഒരു പ്രൊഡ്യൂസർ ഇവിടുന്ന് വലിക്കുന്നു, എല്ലാ പ്രൊഡ്യൂസറും ചുറ്റോട് ചുറ്റും നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നൊരവസ്ഥ സൂപ്പർ സ്റ്റാറിനെ. അത് ഞാൻ കാണാനല്ല, എനിക്ക് ഒരു ഭാഗ്യം ഉണ്ടായില്ല. ആ റൂമും എനിക്ക് കിട്ടിയല്ലോ. പിന്നെ പല ആൾക്കാരും വരുന്നു, പല ആൾക്കാരും പരദൂഷണം പറയുന്നു. ചെറുപ്പത്തിൽ ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഇത്ര വലുപ്പത്തിൽ ഉയരത്തിലെത്തുന്നു ഞങ്ങൾ ഇങ്ങനെ വെച്ചവരുണ്ടല്ലോ. അങ്ങനെ പലരും വന്ന് ചായയൊക്കെ വാങ്ങി കൊടുക്കാനുള്ള ഓർഡറൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ചായ കൊടുത്ത് പല ആൾക്കാരും സൂപ്പർ സ്റ്റാർസിനെ പറ്റി ഒരു പരദൂഷണത്തോടെ വന്നിട്ട് സംസാരിക്കുന്നത് അല്ലേ. വന്നിട്ട് ഇങ്ങനെയൊക്കെ ആയോ, ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ്, അവൻ ഈ ലെവലാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല അല്ലേ. ഇങ്ങനെയൊക്കെ പറയുന്ന ഡയലോഗ്സ് കേൾക്കാൻ ഒരവസരം എനിക്ക് കിട്ടി. എന്നിട്ട് അന്ന് വൈകുന്നേരം വന്നിട്ട് പുള്ളി ഒരു ചായയൊക്കെ എടുത്ത് 2 ചായയൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും ചായക്കപ്പ് എടുത്തിട്ട് അതിൻ്റെ കൊറിഡോറിലൂടെ അറ്റം വരെ നടന്ന് ആദ്യത്തെ കഥ പറയുക കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആരോഹണം ഞാൻ പറഞ്ഞു കൊള്ളാമല്ലോ, കൊള്ളാട്ടോ എന്ന് പറഞ്ഞു. പുള്ളി വളരെ ക്ഷമയോടെ കേൾക്കും. പറഞ്ഞു പോയ ശൈലിയൊക്കെ കൊള്ളാം, ഞാൻ പറയാം കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ കൊള്ളാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ ഒരു റൂമിൽ അതിനുശേഷം ഏതോ തിരക്കഥയുടെ കൊടുമുടി കയറിയ ഒരു റൈറ്റർ ഉണ്ടായിരുന്നു. അത് സസ്പെൻസായി അവിടെ ഇരിക്കട്ടെ. അങ്ങേർക്ക് കൂടെ ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അന്ന്. അപ്പോൾ എനിക്കിങ്ങനെ കാണാൻ പറ്റിയ വലിയതല്ലേ. കഴിഞ്ഞ് പിറ്റേ ദിവസവും ആ സമയമായപ്പോൾ പുള്ളി രാവിലെ സ്പ്രേ ഒക്കെ അടിച്ച് കുട്ടപ്പനായി പോയി. ഞാൻ മേലോട്ട് നോക്കി, ഈ കാറുകളുടെ ഇടയിൽ വെപ്രാളം, ആ കാറോ ഈ കാറോ പിടിച്ച് വലിക്കുക പോവുക. അന്ന് വൈകുന്നേരം വന്ന് പുള്ളി അകത്ത് കയറി ഷവറൊക്കെ അടിച്ച് അതിന് സ്പ്രേ ഇട്ട് നമുക്ക് അടുത്ത കഥ കേൾക്കാമല്ലേ പറഞ്ഞു. 2 കപ്പ് ചായയൊക്കെ പിടിച്ച് കൊറിഡോറുള്ള അറ്റം വരെ നടക്കുമ്പോൾ കുറേ കണ്ണുകൾ ഞങ്ങൾ നിരീക്ഷിക്കുന്നു. രണ്ടാമത്തെ കഥയും ഒരുവിധം കുറച്ചും കൂടെ ധൈര്യത്തോടെ പറഞ്ഞു. 43A ലിൻഡൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞു, നമ്മുടെ കൽക്കട്ടയിലെ വട്ടന്മാരുടെ ആ ഒരു ഇതുണ്ടല്ലോ, കുറേ വിചിത്ര കഥാപാത്രങ്ങൾ താമസിച്ചിരുന്ന ഒരു ഫ്ലാറ്റിനെ പറ്റി ഒരു കഥ. അതിലെ ഒരു പേയിങ് ഗസ്റ്റിൻ്റെ റോളുണ്ട്. അത് കറക്റ്റായിരുന്നു മമ്മൂക്കിക്ക്. ഒരു എന്താ പറയുക, ഒരു സൈക്കാട്രിസ്റ്റായിട്ട് വരുന്നത്. പുള്ളി പറഞ്ഞു ഇതും കൊള്ളാട്ടോ എന്ന് പറഞ്ഞു. കഥകളൊക്കെ കൊള്ളാം, 2 കഥയും കൊള്ളാം, പക്ഷേ ഞാൻ സൂപ്പർ സ്റ്റാറാണ്, റെമ്യൂണറേഷനൊക്കെ ഞാൻ നിശ്ചയിക്കും, ഇത് സിനിമയ്ക്ക് വേണ്ടിയല്ല, ഇനിയിപ്പോൾ ആദ്യം വെച്ചിട്ട് മനപ്പായസമൊന്നും വേണ്ട, ഇത് സീരിയലിന് വേണ്ടിയിട്ടാണ്. പുള്ളി ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സീരിയൽസിന് അങ്ങേരുടെ അനിയനാണെങ്കിൽ നായകനാകാൻ പോകുന്നത്. പിന്നെ ആണുങ്ങൾ ഡയറക്റ്റ് ചെയ്യും, താൻ കൊണ്ടുവന്ന ആളല്ല. ഞാൻ പറഞ്ഞു പുള്ളിയല്ലേ എന്നെ കൊണ്ടുവന്നു ചോദിച്ചു. ഞാൻ ചോദിക്കില്ലേ, അതൊക്കെ അങ്ങനെയാണ്, ഡയറക്ഷൻ ആണുങ്ങൾ ചെയ്യും. അപ്പോൾ ഒരുമാതിരിയായി എനിക്ക്. ബിക്കോസ് മറ്റേ പുള്ളി ഇടയ്ക്കിടയ്ക്ക് എന്തായി ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അല്ലേ പറഞ്ഞു. പിറ്റേ ദിവസം 3rd ഡേ, മൂന്നാമത്തെ ദിവസം ഒരു സംഭവം ഉണ്ടായി. ലോഹിത ദാസ് എന്ന പേരുള്ള സൂപ്പർ, അന്ന് അദ്ദേഹം ഒരു വലിയ തിരക്കഥാകൃത്തായിട്ടില്ല, വന്നുകൊണ്ടിരിക്കുന്നു. പുള്ളി നാടകത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഒരു നിമിഷം ഈ റൂമിലേക്ക് ഒന്ന് വരാൻ പറ്റുമോ എന്നോട് ചോദിച്ചതാ. ഞാൻ നുണ പറയേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു 91 or 90 ഏതോ വർഷം. ഇപ്പോൾ ഒരു തടിച്ചൊരാൾ കൂടിയുണ്ട് പ്രൊഡക്ഷൻ മാനേജറായിട്ട്. നിങ്ങൾ മമ്മൂട്ടിയുടെ അടുത്ത് ഇത്ര ക്ലോസ് ആയിട്ടൊക്കെ എങ്ങനെ മമ്മൂട്ടി എടുത്ത് നമ്മൾ വന്ന് ഇവിടെ ഇരിക്കാൻ തുടങ്ങി കുറേ എല്ലോ കേട്ടോ. ഇങ്ങനെ കഥയൊക്കെ പറയുന്ന ഒരു 4-5 സീൻ എന്നോട് പറയാൻ പറ്റുമോ? അപ്പോൾ ഞാൻ രാജസേനുമായിട്ട് വർക്കൗട്ട് ചെയ്ത് വെച്ചാൽ കൃഷ്ണനുണ്ണിക്കൊരു ബഹുമതി എന്നൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. അതിൻ്റെ 5 സീന് ഞാൻ ഭയങ്കര ആവേശത്തോടെ പറഞ്ഞു. അപ്പോൾ ചെറിയ സീൻസ് ഡയലോഗ് ഇങ്ങനെയാണോ പോകുന്നത്? ഇതാരാ പറയുന്നത്? അതിനുശേഷം 35 സിനിമ ചെയ്ത നമ്മളൊക്കെ ആരാധിച്ചിരുന്ന ലോഹിതദാസ്. അപ്പോൾ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞു തുടങ്ങി. നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യാമോ ചോദിച്ചു വന്നു. എന്നിട്ട് എൻ്റെ കെൽട്രോൺ കമ്പനിയുടെ കാർഡൊക്കെ കയ്യിലെടുത്തു അന്ന്. അങ്ങനെ ഒരു എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സീനുണ്ട്. അത് പറയാതിരിക്കാനും പറ്റില്ല, പറയണം. ഞാനിതിനെ എൻ്റെ ഉള്ളിൽ ലോക്ക് ചെയ്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ഇല്ല. എന്നിട്ട് പറഞ്ഞു മമ്മൂക്ക മൂന്നാമത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലല്ലോ. ശരി, ഞാൻ അങ്ങോട്ടൊരു കഥ പറയാം കേട്ടോ പറഞ്ഞു. അയ്യോ നമ്മുടെ കഥയൊക്കെ പോയി ഒന്ന് പേടിച്ചു ഞാൻ.
അപ്പോൾ ഞാൻ പറഞ്ഞൊക്കെ ഓക്കെ, ഞാൻ അങ്ങോട്ടൊന്ന് പറയാം. എന്നിട്ട് ഒരു പോസ്റ്റ്മാൻ്റെ കഥ പറഞ്ഞു. അവർ ഇതും തിരക്കഥാ സംഭാഷണമൊക്കെ താൻ എടുത്തോ, താൻ എഴുതിക്കോ, തപാൽ തമാശകൾ എന്ന് പേരിടാമോ ചോദിച്ചു. അതന്നെ ഇട്ടോ പറഞ്ഞു. ഉണ്ടായതാണ്. എന്നിട്ടാണ് പറഞ്ഞത്, ഇത് ആണുങ്ങളെ, വേറെ ആണുങ്ങളെ ഡയറക്റ്റ് ചെയ്യും, ഞാൻ സൂപ്പർ സ്റ്റാറാ തരുന്ന മേടിച്ചോളാം, ഇത് സിനിമയ്ക്ക് വേണ്ടിയല്ല, ഇത് വന്ന് ചെറിയ സീരിയൽ. ഞാൻ വല്ലാതെ ലൂസായി. അപ്പോഴും വന്ന് ചോദിച്ചു എന്തായി 3 പ്രാവശ്യം ഡിസ്കസ് ചെയ്ത് എന്തായി. ഞാൻ പറഞ്ഞു പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെന്താ, താൻ വേണ്ടാന്ന് പറയാൻ പറ്റുമോ? ഇവിടെ വന്നു കഴിഞ്ഞാൽ കോടമ്പക്കത്തിൻ്റെ കോലായിൽ എന്നെ കണ്ടാൽ നോക്കൂ അല്ലേ, കുറേ കാലം അറിയുന്ന ആൾക്കാരല്ലേ. അങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ ചുരുക്കുന്നു, വളരെ ഇതായിട്ട് പറയുന്നില്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിനുണ്ടായി. ശേഷം അടുത്ത പടം വന്നത് ആറ്റുവഞ്ചി ഉലഞ്ഞപ്പോൾ ഒരു പടമാണ്. അതിൽ അതെനിക്കറിയില്ല. അല്ല, പുള്ളി എനിക്ക് 2 പേർക്കും ഒരു ടിക്കറ്റ് തന്ന് കോർണേഷനിൽ 1921 സിനിമ നടക്കുന്നുണ്ട്, അത് പോയി കണ്ടിട്ട് വാ, എന്നിട്ട് തീരുമാനമൊക്കെ എടുക്കുമെന്ന് പറഞ്ഞു വെച്ചു. അവിടെ പോയി 2 പേരും സിനിമ കണ്ടു. 1921 അല്ലേ, പോയി കണ്ട് തിരിച്ചു വന്നതും മമ്മൂക്ക് എവിടെയുണ്ട് റൂമിൽ, അന്നൊരു ഹോളിഡേ പോലെ ആയിരുന്നു. പുള്ളി ചോദിച്ചു, പുള്ളി തനിക്ക് ഏത് സിനിമ ഇഷ്ടപ്പെട്ടത്? ഞാൻ പറഞ്ഞു നിങ്ങൾ ഭീമൻ രഘുവിനെ ചുഴറ്റുന്ന ആ രംഗം എനിക്ക് ഇഷ്ടമായി. അല്ലേ ചോദിച്ചു. നമുക്ക് ഇവരുടെ ദൗർബല്യം അറിയാമല്ലോ അല്ലേ, അതാണ് ഏറ്റവും ബോറെന്ന് മറ്റേ ആൾ പറഞ്ഞു. ആര്? ചെല്ലപ്പൻ. അതാണ് താൻ ഡയറക്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ക്ലോസായി. എന്നിട്ട് പുള്ളി മൂഡ് ഔട്ടായിട്ട് അവിടെ പോയിരുന്നു. അതിന് ശേഷം ഞങ്ങൾ പിരിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് സമയം നിന്നു, മദ്രാസിൽ വന്നിട്ട് ആലോചിച്ചിട്ടൊക്കെ പറഞ്ഞാൽ മതി എന്ന്. പിന്നെ അതിന് ശേഷം ഞാൻ ഒരിക്കൽ വിളിച്ചപ്പോഴേക്കും പുള്ളിയുടെ മൂടൊക്കെ പോയിരിക്കുന്നു. പുള്ളി എവിടെ നിൽക്കുന്ന ആളാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, അതാണ് ആ ചിത്രത്തുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ എനിക്കറിയാം. മോതടിച്ച് പറഞ്ഞാലെയും പക്ഷേ എൻ്റെ ആ പാട്ടുകളൊക്കെ പുള്ളി, ഈറൻ പീലി കണ്ണുകളൊക്കെ പുള്ളിക്ക് വലിയ ഇഷ്ടമാണ്.